നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2 യെസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് അല്ലെ, ഡിസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്, വേവ് ലെങ്ത്തിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം യെസ് മാക്സിമം വേവ് ലെങ്ത് വരുന്ന ആർക്കാണ്, റേഡിയോ വേവ്സിനാണ് മാക്സിമം വേവ് ലെങ്ത് വരുന്നത് അല്ലെ. പിന്നെ ആരാണ്, പിന്നെ മൈക്രോ, യെസ് റേഡിയോ വേവ്സ് കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്, മൈക്രോ വേവ്സ് ആണ് വരുന്നത് അല്ലെ. പിന്നെ ആരുടെ മക്കളെ വരുന്നത്, ഇൻഫ്രാറെഡ് ആണ് അല്ലെ, നമ്മൾ അതിന്റെ ഓർഡർ പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ ആരാണ്, വിസിബിൾ ലൈറ്റ് അല്ലെ, നമ്മളെ വിസിബിൾ ലൈറ്റ് ആണ് വരുന്നത് അല്ലെ, വിസിബിൾ ലൈറ്റ്. പിന്നെ ആരാ വരുന്നത്, അൾട്രാ വയലറ്റ് അല്ലെ, അൾട്രാ വയലറ്റ്, അൾട്രാ വയലറ്റ്. പിന്നെ ആരാ, എക്സ് റേ അല്ലെ. പിന്നെ ആരാണ്, ഗാമാ റേ, ശരിയല്ലേ, ഗാമാ റേ. ഇങ്ങനെയാണല്ലോ നമ്മൾ അതിന്റെ ഡിക്രീസിങ് ഓർഡർ പഠിച്ചത് അല്ലെ. അപ്പൊ അതിൽ ആ ഡിക്രീസിങ് ഓർഡർ നമുക്ക് നോക്കേ. ഓക്കെ, അതിൽ മിനിമം വേവ് ലെങ്ത് വരുന്നത് ആർക്കാണ് അല്ലെ. അപ്പോൾ നോക്കാം. യെസ്, ഇവിടെ മൈക്രോവേവ് λ1, സോ ഇത് λ1 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വേവ് ലെങ്ത് കുറയാണ്. കുറയുന്ന ഓർഡറിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലല്ലോ, കുറയുന്ന ഓർഡർ അല്ല അല്ലേ, അസെൻഡിങ് ഓർഡർ ആണ്, ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ ആണ്. ഓക്കെ, ഇവിടെ മൈക്രോവേവ് λ1, ദെൻ അൾട്രാ വയലറ്റ് λ2, സോ ഇത് λ2, ഇൻഫ്രാറെഡ് λ3 അല്ലെ, എക്സ് റേസ് λ4, ശരിയല്ലേ. അപ്പൊ ഇതിൽ മാക്സിമം ഏതാണ്, മാക്സിമം λ1 ആണ്, മിനിമം λ4 ആണ്, സോറി λ4 ആണ് അല്ലെ. അപ്പൊ മാക്സിമം λ1 മിനിമം λ4 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അതിൻ്റെ അകത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ അല്ലെ. അപ്പൊ λ1 ആണ് മാക്സിമം, λ4 മിനിമം അല്ലെ, പിന്നെ λ2, പിന്നെ λ3, പിന്നെ λ4, ഇങ്ങനെയല്ലേ ഓർഡർ വരിക അല്ലെ. ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്, ശരിയല്ലേ. ഓക്കെ, അങ്ങനെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയാലോ.